പ്രിയമുള്ളവരെ, ആ പ്രചരണത്തിൽ ഒരു പരിധിവരെ രാജ്യത്തെ ജനങ്ങൾ ആകൃഷ്ടരായി. പെട്രോളിന്റെ വില 71 രൂപയായപ്പോൾ അത് 50 രൂപയാക്കി കുറയ്ക്കാൻ എനിക്ക് 50 ദിവസം മാത്രം മതി എന്ന് വീമ്പിളക്കിയ മോദി ഇവിടെ 10 വർഷക്കാലം ഭരിച്ചപ്പോൾ 100-ന് മുകളിൽ കയറി പെട്രോളിന്റെ വില. BJP പെരുമഴ പോലെ പ്രഖ്യാപിക്കുന്ന ഗ്യാരണ്ടികളുണ്ടല്ലോ. നമ്മുടെ അഭിവന്ദ്യനായ മുഖ്യമന്ത്രി ഈ സമ്മേളന സ്ഥലത്തേക്ക് ആഗതനാവുകയാണ്. ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ കയ്യടികളോടെ നമുക്ക് സ്വീകരിക്കാം ഈ കടത്തനാടിന്റെ മണ്ണിലേക്ക്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് 1000 സ്വാഗതം ചെയ്യുകയാണ് ഈ കടത്തനാടിന്റെ ജനങ്ങൾ. പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ കേൾക്കുവാനായി ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന 10,000-കണക്കിന് വരുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കിതാ നല്ലൊരു പ്രസംഗം കാഴ്ചവെക്കാനായി കേരളത്തിന്റെ പ്രഗത്ഭനായ ഭരണാധികാരി, കേരളത്തിന്റെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി അവതരിക്കപ്പെട്ട അവതാര പുരുഷൻ, ജനാധിപത്യത്തിന്റെ പ്രിയങ്കരനായ സഖാവ് പിണറായി വിജയൻ അവരുകളെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി സഖാവ് KK ശൈലജ ടീച്ചർ സംസാരിക്കും. അതിനായി അവരെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സന്തോഷപൂർവ്വം ക്ഷണിക്കും. കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി, ഈ വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ്. ഏപ്രിൽ 26-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. ജനമനസ്സറിഞ്ഞുകൊണ്ട് LDFിൻ്റെ നേതാക്കളും പ്രവർത്തകരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ ആവേശകരമായിട്ടുള്ള അനുഭവമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അത് വടകര മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വലിയ തരംഗം തന്നെ ഉണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ തരത്തിലുള്ള നുണപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് യഥാർത്ഥ വസ്തുത ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണിത്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും പറഞ്ഞ് സംസാരിക്കേണ്ടതില്ല. മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. എന്നാൽ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് കേരളത്തിൻ്റെ നട്ടെല്ലായിട്ടുള്ള, ഇന്ത്യക്ക് തന്നെ മാതൃകയായി വിശേഷിപ്പിക്കുന്ന, നമ്മുടെ LDFന് നേതൃത്വം നൽകുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പോലും അപഹസിക്കാൻ എങ്ങനെയാണ് കോൺഗ്രസിന് ധൈര്യം വരുന്നത് എന്നുള്ളതാണ് അതിശയകരമായിട്ട് പറയാനുള്ളത്. ഞാൻ ഓർമ്മിക്കുന്നത്, കേരളത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തുകൊണ്ട് ഡൽഹിയിൽ ഒരു സമരം നടത്തുകയുണ്ടായി. മന്ത്രിസഭ ഒന്നടങ്കം അവിടെ എത്തി. അതുപോലെ തന്നെ ഞങ്ങൾ MLA എല്ലാവരും അതിൽ പങ്കെടുത്തിരുന്നു. ആ സമരത്തിന് പോകുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് നേതാക്കന്മാരെയും UDFനെയും ബന്ധപ്പെട്ടിരുന്നു. നിങ്ങളും കൂടി വരണം, കേരളത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങരുത്, കേരളത്തിന് ലഭ്യമാകാനുള്ള നികുതി വിഹിതവും മറ്റെല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാകണം, അതിന് കേന്ദ്രത്തിനോട് സമരം ചെയ്യാൻ നിങ്ങൾ പറയുന്ന ദിവസം നമുക്ക് ഡൽഹിയിൽ സമരത്തിന് പോകാം. പക്ഷെ അവർ തയ്യാറായില്ല. ആരോടാണ് അവരുടെ കൂറ്? കേരളത്തിലെ ജനങ്ങളോടാണെങ്കിൽ കേരളത്തിന് വേണ്ടി അവകാശങ്ങൾ ചോദിക്കാൻ വരണ്ടേ?
പക്ഷേ UDF വരാതിരുന്നത് നന്നായി. കാരണം അവർക്ക് ആ സമരത്തിൻ്റെ ഒരു ഗൗരവവും അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രതിബദ്ധതയും അവകാശപ്പെടാൻ കഴിയാത്ത വിധം തരംതാണു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഡൽഹിയിൽ ചെന്നപ്പോൾ അവിടെ പ്രധാനമന്ത്രി ഒരു വാചകം പറഞ്ഞു, നോർത്ത് സൗത്ത് ഡിവൈഡ് ഉണ്ടാക്കാൻ പുറപ്പെടുകയാണ്. തെക്കും വടക്കും തമ്മിൽ തെക്കൻ സംസ്ഥാനങ്ങൾ വന്ന് വടക്കൻ സംസ്ഥാനങ്ങൾക്കെതിരെ പറയുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ സമരപന്തലിൽ ആരൊക്കെയാണ് വന്നത്? ജമ്മു കാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള വന്നു, അതുപോലെ ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ ഉണ്ടായിരുന്നു, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ ഉണ്ടായിരുന്നു, തമിഴ്നാട് മുഖ്യമന്ത്രി അന്ന് വരാൻ സാധിച്ചില്ല, വീഡിയോയിലൂടെ അവിടെ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ പങ്കെടുത്തു. അത് കേരളത്തിൻ്റെ അസേതു ഹിമാചലം ബന്ധപ്പെടുന്ന ഒരു വലിയ സമരമായിട്ട് മാറി. ആ സമരത്തിൽ സംസാരിച്ചവരെല്ലാം ഫാറൂഖ് അബ്ദുള്ള മുതൽ അഭിനന്ദിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. വിജയൻജി പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞിട്ടാണ് അവർ ഓരോരുത്തരും തുടങ്ങിയത്. നമ്മൾ ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ, മതേതരത്വം സംരക്ഷിക്കാൻ നേതൃത്വം കൊടുക്കുന്നുവെന്ന് ആ സംസാരിച്ചവരുടെ കൂട്ടത്തിൽ പറഞ്ഞു. അവരെല്ലാവരും വ്യക്തിപരമായി നമ്മുടെ മുഖ്യമന്ത്രി കാണിക്കുന്ന നിശ്ചയദാർഢ്യത്തെക്കുറിച്ച് സംസാരിച്ചു, ആശയവ്യക്തതയെക്കുറിച്ച് സംസാരിച്ചു. അത് മനസ്സിലാക്കാൻ കേരളത്തിലെ UDFന് കഴിയില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മുഖ്യമന്ത്രിയെ പോലും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ UDF സംസാരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ, ഇന്ത്യയുടെ മതേതരത്തിൻ്റെ മാതൃക കേരളമാണ് എന്നുള്ളത് ഒരർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഇവിടെയാണ് ജനാധിപത്യം പുലരുന്നത്. അത് ഇന്ത്യയിലുടനീളം വ്യാപിപ്പിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം നടത്തുന്നത്. വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നാൽ LDFന്റെ ആശയഗതിക്കനുസരിച്ച്, LDFന്റെ നിർദ്ദേശമനുസരിച്ച് പാർലമെന്റിൽ ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി ഈ നാട്ടുകാരുടെ നാക്കായി എൻ്റെ ശബ്ദം കൂടി ഉണ്ടായിരിക്കുമെന്ന് പറയാനാണ് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനും വടകരയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിനും ജനങ്ങളുടെ കൂടെ അവരിൽ ഒരാളായി നിന്ന് ഇവിടുത്തെ MP ആയി ഞാൻ ജനങ്ങളുടെ കൂടെ പ്രവർത്തിക്കുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. LDFന്റെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റെല്ലാ നുണപ്രചരണങ്ങളും മറ്റെല്ലാ ആക്രമണങ്ങളും ജനങ്ങൾ അതിന് മറുപടി പറയുന്നുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ചുറ്റികാരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി CPM പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് പിണറായി വിജയൻ സംസാരിക്കും. അതിനു മുമ്പായി സഖാവിനെ ഹാരമണിയിച്ച് സ്വീകരിക്കുന്നു. കുഞ്ഞമുതൽ മാസ്റ്റർ MLAയും PP ചോപ്പി. സഖാവിനെ പ്രസംഗിക്കാനായി സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളുകൾ, അവസാന മണിക്കൂറുകളിൽ നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഒരു ഭാഗം പോൾ ചെയ്തു കഴിഞ്ഞു. നമ്മളും 26-ന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാടിനെക്കുറിച്ച് ജനങ്ങൾ നല്ല ബോധവാന്മാരായി മാറി എന്നുള്ളതാണ്. കാരണം രാഷ്ട്രത്തിൻ്റെ
സംരക്ഷണം. നമ്മുടെ രാഷ്ട്രം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ നിലനിർത്തൽ എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമാണ് എന്ന് ജനം തിരിച്ചറിയും. അവയെല്ലാം സംരക്ഷിക്കപ്പെടണമെങ്കിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും സ്വാതന്ത്ര്യവും നമ്മുടെ ഒരുമയും ഐക്യവും എല്ലാം സംരക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഭരണഘടനയും രാഷ്ട്രം തന്നെയും സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെട്ടേ മതിയാവും എന്ന് ജനങ്ങളാകെ ഉൾക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ LDF-ലെ ഏറെക്കുറെ എല്ലാ ഘടകകക്ഷി നേതാക്കളും സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നാം തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ തയ്യാറായി അത്തരമൊരു സ്ഥിതിശേഷമാണ് LDF-നെ നേരിടുന്നവർ എത്തിച്ചേർന്നിട്ടുള്ളത്. വലിയ അതിർകവിഞ്ഞ മോഹത്തോടെ തെരഞ്ഞെടുപ്പിലേക്ക് എടുത്തു ചാടിയവർ നാടിൻ്റെ ജനങ്ങളുടെ വികാരം അതിൻ്റെ ചൂട് ഏറ്റുവാങ്ങുമ്പോൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടേണ്ടി വരികയാണ്. അപ്പോൾ പലരുടെയും സമനില തന്നെ തെറ്റുന്നു. അതിൻ്റെ ഭാഗമായി എന്തും വിളിച്ചു പറയാവുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇതിൽ രണ്ട് തരം ആളുകളുണ്ട്. ഒന്ന് അവരവരുടെ സാംസ്കാരിക നില വെച്ച് മറ്റുള്ളവരെ അളന്ന് അതനുസരിച്ച് എന്തും വിളിച്ചു പറയാൻ തയ്യാറാകുന്ന ഒരു കൂട്ടർ. ഇവിടെ ഏറ്റവും വലിയ ദുർഗതിയായി മാറുന്നത് ഇവരുടെയെല്ലാം നേതൃത്വത്തിലിരിക്കുന്നവരുടെ സമീപനമാണ്. തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം ഇവർക്കുണ്ടാകുന്നില്ല. യഥാർത്ഥത്തിൽ അവരും അവരുടേതായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരകര് ഒന്ന് രണ്ടു പേരായിരുന്നല്ലോ. അതിൽ KPCC പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പോയതോടുകൂടി അദ്ദേഹം ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ റോളിലാണ്. പിന്നെയുള്ളത് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി പറയുന്നയാളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പലരും ധരിച്ചിട്ടുള്ളത്.
പക്ഷെ അടുത്ത കാലത്തായി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ തരംതാണ നിലയിലാണെന്നും തീർത്തും വസ്തുതാവിരുദ്ധമായവയാണെന്നും കേരളത്തിന് ബോധ്യമായി വരികയാണ്. ഉന്നയിച്ചൊരു പ്രശ്നം, പൗരത്വ നിയമ ഭേദഗതി രാജ്യത്ത് വന്നതിന് ശേഷം അക്കാര്യത്തിൽ വ്യക്തതയോടെയുള്ള നിലപാട് സ്വീകരിക്കാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇവിടെ ആലോചിക്കേണ്ട കാര്യം, പൗരത്വ നിയമ ഭേദഗതി എന്ന ആ നിയമ ഭേദഗതി ആരുടെ അജണ്ട അനുസരിച്ച് കൊണ്ടുവന്നതാണ്? അതിലാർക്കും ഒരു സംശയവും ഉണ്ടാകേണ്ടതായിട്ടില്ല. നമ്മുടെ രാജ്യത്ത് RSS ജനിച്ച നാൾ മുതൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം മതനിരപേക്ഷതയ്ക്കെതിരായ കാര്യങ്ങളാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യ ഭരണഘടന അംഗീകരിക്കുന്നു, നമ്മുടെ രാഷ്ട്രം മതനിരപേക്ഷ രാഷ്ട്രമാകണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അത് വിശദമായ ചർച്ചയിലൂടെയാണ്. മതാധിഷ്ഠിത രാഷ്ട്രമാകണം, അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രം മതനിരപേക്ഷ രാഷ്ട്രമാണെന്ന് തീരുമാനിക്കും. പക്ഷേ ആ നാള് മുതൽ RSS അതിനെതിരായിരുന്നു. മതാധിഷ്ഠിത രാഷ്ട്രമാകണം നമ്മുടെ രാജ്യം എന്നായിരുന്നു അവരുടെ അഭിപ്രായം. ഈ കാര്യത്തിൽ RSS അവരുടെ അജണ്ട നടപ്പാക്കാനുള്ള ഓരോ കാര്യങ്ങളും ഓരോ ഘട്ടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള ഒരുപാട് കലാപങ്ങൾ, കൂട്ടക്കശാപ്പുകൾ, ചിലയിടങ്ങളിലെ വംശഹത്യ, ഇതെല്ലാം യാദൃശ്ചികമായി സംഭവിച്ചതായിരുന്നില്ല. നേരത്തെ തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ച് അവർ അംഗീകരിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ഓരോ സംഭവമാണ് നമുക്ക് കാണാൻ കഴിയുക. ഗുജറാത്തിലെ വംശഹത്യയായാലും മണിപ്പൂരിലെ വംശഹത്യയായാലും എല്ലാം അതിൻ്റെ ഭാഗമാണ്. ഇവിടെ മതനിരപേക്ഷത തുടരാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നവർക്ക് അത് നടപ്പാക്കാൻ അവസരമായി കണ്ടത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് 2019 ഭരണ തുടർച്ച നേടിയപ്പോഴാണ്. 2014 മുതൽ 19 വരെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തന്നെയാണ് RSS നയം തന്നെയാണ് നടപ്പാക്കിയത്. എല്ലാ തരത്തിലും വിമർശനം ഉയർന്നു വന്ന
നിലപാടുകളാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട RSS അജണ്ടകൾ രാജ്യത്ത് നടപ്പാക്കുന്നതിലേക്ക് അപ്പോൾ പുറപ്പെട്ടിട്ടില്ല. രണ്ടാം ഊഴം കിട്ടിയപ്പോൾ ഇതാണ് അവസരം എന്നവർ കണക്കാക്കി. അങ്ങനെയാണ് പൗരത്വ നിയമ ഭേദഗതി. ഓർക്കണം, 2019 മെയ് മാസത്തിലാണ് തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. 2019 ഡിസംബർ ആകുമ്പോഴേക്ക് പൗരത്വ നിയമ ഭേദഗതി പാസ്സായി കഴിഞ്ഞു. എത്ര വേഗതയിലാണെന്ന് നോക്കണം. അത് നമ്മുടെ രാജ്യത്തിലെ പൗരത്വം മതാടിസ്ഥാനത്തിലാക്കലായിരുന്നു. ഈ കാര്യത്തിൽ ലോകമാകെ അതിനെ അവലംബിച്ചു. അമേരിക്കയുടെ പേര് പ്രത്യേകം കാണണം നമ്മൾ. അമേരിക്കയുടെ കാൽക്കീഴിൽ ഇന്ത്യയെ എത്തിച്ചതാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. ഇന്ത്യയെ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി മാറ്റിയത് മോദി ഗവൺമെന്റാണ്. അമേരിക്കക്ക് അതിൽ പരം സന്തോഷമുണ്ടാകേണ്ട ഒരു കാര്യമില്ല. കാരണം ഇന്ത്യയെ എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ചു കിട്ടുകയാണ്. പക്ഷേ ഇതിനെ അംഗീകരിക്കാൻ അമേരിക്ക കഴിഞ്ഞില്ല. പൗരത്വം മതാടിസ്ഥാനത്തിൽ എന്ന് തീരുമാനിച്ചപ്പോൾ അതിനെ അപലപിച്ചുകൊണ്ട് അമേരിക്ക വന്നു. അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ, ഐക്യരാഷ്ട്രസഭയടക്കമുള്ള ലോക സംഘടനകൾ ഇന്ത്യയുടെ നീക്കത്തെ അപലപിച്ചു. കാണേണ്ട ഒരു കാര്യം, കോൺഗ്രസ് എവിടെയായിരുന്നു? 2019 ഡിസംബറിൽ രാജ്യ തലസ്ഥാനത്ത് പ്രക്ഷോഭം കനക്കുമ്പോൾ കോൺഗ്രസിനെ എവിടെയും കണ്ടില്ല. ഇവിടെ ദേശീയ നേതാക്കൾ പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനറൽ സെക്രട്ടറിമാർ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനൊരു വലിയ നിര അറസ്റ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ എവിടെയെങ്കിലും കണ്ടോ? പിന്നെയും അവിടെ പ്രക്ഷോഭം കനത്തു. ജനുവരി ആയപ്പോൾ പ്രക്ഷോഭം നടന്നവർക്ക് നേരെ സംഘപരിവാർ ആക്രമണം അഴിച്ചുവിട്ടു. ഇടതുപക്ഷ എംപിമാരും ഇടതുപക്ഷ നേതാക്കളും ആ ഇരകളുടെ സംരക്ഷണത്തിന് ഓടിയെത്തി. എവിടെയെങ്കിലും കണ്ടോ കോൺഗ്രസിന്? ആ ഘട്ടത്തിലാണ് അവിടുത്തെ കുറ്റപത്രത്തിൽ സീതാറാം യെച്ചൂരിയുടെ പേര്. ഏതെങ്കിലും കോൺഗ്രസ്സുകാരന്റെ പേര് ഈ പട്ടികയിൽ എവിടെയെങ്കിലും കണ്ടോ? എന്താണ് അവർ മാറി നിൽക്കാൻ കാരണം? രാഹുൽ ഗാന്ധി പരാതിപ്പെടുന്നു, ഞങ്ങളെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്നു. ഇത് അനാവശ്യമാണെങ്കിൽ അനാവശ്യമാണെന്ന് പറയണ്ടേ? നിങ്ങളുണ്ടായിരുന്നു, പറഞ്ഞോളൂ പേരുകള്. ഇന്നയാള്, ഇന്ന സ്ഥലം, ഇന്ന കേസ്, ഇന്ന തീയതി അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയാലോ. എന്തേ പറയാൻ പറ്റാത്തത്? അങ്ങനെ അനുഭവം ഇല്ലാലോ. ഇവിടെ കേരളത്തില് പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന് നാം പ്രഖ്യാപിച്ചു. അവിടെ നിർത്തിയില്ല. കേരളത്തിന്റെ ആകെ ഒരുമ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധം തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ വലിയ പ്രതിഷേധ സംഗമം, പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളുമെല്ലാം. അതിന്റെ തുടർച്ചയായി സർവകക്ഷി യോഗം, നിയമസഭയുടെ പ്രത്യേക യോഗം, അതില് പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കണമെന്ന പ്രമേയം ഏകണ്ഠമായി പാസാക്കല്, അതിലെല്ലാം പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളുമുണ്ട്. ഇത്രയെല്ലാം കഴിഞ്ഞതിന് ശേഷം അന്നത്തെ KPCC പ്രസിഡന്റ്, നിങ്ങൾക്കറിയാലോ അദ്ദേഹം ആരാണെന്ന്. ഞാനിപ്പോൾ പേരൊന്നും പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം ഒറ്റ പ്രഖ്യാപനം. എന്താ അത്? കേന്ദ്രം പാസാക്കിയൊരു നിയമം ഇവിടെ നിയമസഭ
പ്രമേയം പാസാക്കിയതിലൂടെ നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ? അതൊരു ചരിത്ര നിഷേധമുള്ള പ്രസ്താവന ഇരിക്കട്ടെ. അതിന്റെ തുടർച്ച ഞങ്ങൾ എന്ന് വെച്ചാൽ കോൺഗ്രസ് ഇനി യോജിച്ച പ്രക്ഷോഭത്തിനില്ല. എന്താ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം? ഞങ്ങളുടെ അനുമാനം നേരത്തെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസ്സാണ്. കാരണം കേരളത്തിന് പുറത്ത് ഒരിടത്തും കോൺഗ്രസ് ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമല്ല. കേരളത്തിലാണ് പ്രക്ഷോഭത്തിന്റെ ഭാഗമായത്. അപ്പോ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം ഇവിടുത്തെ കോൺഗ്രസിനോട് പറയാണ്, നിങ്ങൾ പിൻവാങ്ങണം. ഇപ്പോൾ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അവർ പിൻവാങ്ങുന്നു. അതല്ലേ വസ്തുത? വസ്തുത അതല്ലെങ്കിൽ പറയണം, രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ടല്ലോ, പല യോഗങ്ങളിൽ സംസാരിക്കുന്നുണ്ടല്ലോ, പറയൂ ഞങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. എന്താ പറയാൻ പറ്റാത്തത്? ഇപ്പൊ ഞങ്ങൾ പറയുന്നതായിരിക്കും വസ്തുത. അത് തന്നെ കാര്യം. ഇതല്ലേ നമ്മുടെ അനുഭവം. പോട്ടെ, ഇതൊക്കെ 4 വർഷം മുൻപുള്ള കാര്യം. 4 വർഷം മുൻപുള്ള കാര്യം ഇപ്പൊ 4 വർഷം കഴിഞ്ഞപ്പോ വല്ല മാറ്റം ഉണ്ടായോ? നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ ഈ നിയമം നടപ്പാക്കുന്നതിനായി ചട്ടങ്ങൾ കൊണ്ടുവരും. എല്ലാവരും പ്രതിഷേധിച്ചു. മതനിരപേക്ഷ ചിന്താഗതിയുള്ള മുഴുവൻ ആളുകളും പ്രതിഷേധിച്ചു. കോൺഗ്രസിന്റെ പ്രതിഷേധം കണ്ടോ? എന്താ കോൺഗ്രസ് പ്രതിഷേധിക്കാതിരുന്നത്? എന്തെങ്കിലും എന്റെ പേര് പറയുന്നതിൽ വിഷമം. എന്റെ പേര് പറയുന്നു, എന്റെ പേരെടുത്ത് പറയുന്നു. രാഹുൽ ഗാന്ധി നിങ്ങളുടെ പേര് ഇവിടെയാണ് പറഞ്ഞത്, അത് വീണ്ടും ആവർത്തിക്കാം. രാഹുൽ ഗാന്ധി ആ ഘട്ടത്തിൽ ഒരു യാത്ര നടത്തുന്നു. ആ യാത്രയിൽ ലോകത്തിലെയും രാജ്യത്തിലെയും സകല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നു. ഇതിനെപ്പറ്റി മാത്രം പ്രതികരണമില്ല. ഏതിനെപ്പറ്റി? പൗരത്വ നിയമ ഭേദഗതിയെ പറ്റി. എന്തേ നിങ്ങൾ പ്രതികരിക്കാതിരുന്നത്? ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ വന്നാലെങ്കിലും ആ സമയത്തെങ്കിലും നിങ്ങൾ പ്രതികരിക്കുന്ന ആൾ പ്രതീക്ഷിച്ചല്ലോ, ഉണ്ടായില്ലാലോ. ഇപ്പോ പ്രതികരിക്കുന്നുണ്ടോ? പോട്ടെ, തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക എല്ലാ പാർട്ടികളും തയ്യാറായി. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ അർത്ഥശങ്കക്കിടയിലാണ് വ്യക്തമാക്കി, പൗരത്വ നിയമ ഭേദഗതി റദ്ദു ചെയ്യും. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അങ്ങനെ ഒരു വാചകം ഉണ്ടായോ? ഇത് പറയാനാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. അത്തരമൊരു പരാമർശം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലില്ല. ആ വിമർശനം ഞങ്ങൾ ഉന്നയിച്ചു. അപ്പോഴതാ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ്സുകാർ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് എന്ന് കണക്കാക്കുന്ന അദ്ദേഹം പരസ്യമായി ഒരു വാദവുമായി വരുന്നു. അത് ഈ പറഞ്ഞതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ഇത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇല്ല എന്ന് പറഞ്ഞതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. പ്രകടന പത്രിക വായിച്ചില്ല അദ്ദേഹം പറയാണ്, പ്രതിപക്ഷ നേതാവ് പറയാണ്. പ്രകടന പത്രിക വായിക്കണ്ടേ? ഈ പ്രകടന പത്രികയിലെ ഇത്രാമത്തെ പേജ് അത് വായിച്ചോ? അതിൽ ഇത്രാമത്തെ ഖണ്ഡിക വായിച്ചോ? വായിച്ചെങ്കിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞെന്ന് മാത്രം പറയുന്നില്ല കേട്ടോ. ഇങ്ങനെ കുറെ ചോദ്യങ്ങളാണ്. അപ്പോ പ്രകടന പത്രികയിലെല്ലാം ഉണ്ട്. എന്തോ നാടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ, കോൺഗ്രസിനെ വഷളാക്കാൻ ഞങ്ങൾ ബോധപൂർവം പറയുന്നൊരു കാര്യമാണ് എന്ന് സമർത്ഥിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. സതീശനെ പോലെ ഒരാള് പച്ചക്കള്ളം പറയുന്ന ആരും പ്രതീക്ഷിക്കൂലല്ലോ. കാരണം പ്രതിപക്ഷ നേതാവല്ലേ. അങ്ങനൊരു കള്ളം നാടിന് മുൻപാകെ പറയും.
അപ്പോ സതീശന് നല്ല പിന്തുണ കൊടുത്തുകൊണ്ട് ആര് മലയാള മനോരമ അന്നത്തെ പത്രം ഫ്രണ്ട് പേജ് ബാനർ ഹെഡിങ് ഈ കാര്യം തന്നെ. പ്രകടന പത്രിക വായിച്ചില്ല, ഈ പേജ് വായിച്ചില്ല, ഈ ഖണ്ഡിക വായിച്ചില്ല, എന്നിട്ടാണ് കുറ്റപ്പെടുത്തിയത്. അപ്പോ വാർത്ത വായിക്കേണ്ടതില്ല, ആ തലവാചകത്തിൽ കൂടി തന്നെ ഈ സന്ദേശം അങ്ങ് നാട്ടിലേക്ക് പോവുക. അന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ പറയുന്ന പത്രവും മാധ്യമപ്രവർത്തകരെ കാണിച്ചു. പിന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ കോപ്പിയും കാണിച്ചു. ഇതാണ് പ്രകടന പത്രിക. ഇതിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പേജ് ഇതാണ്. അതിൽ അദ്ദേഹം പരാമർശിച്ച ഖണ്ഡിക ഇതാണ്. വെറുതെ കാണിക്കുകയല്ല, ആ ഖണ്ഡിക വായിച്ചു. ആ ഖണ്ഡികയിലോ ആ പ്രകടന പത്രികയിലോ പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്കേ ഇല്ല. എന്തൊരു നുണയാണ്, വെറും നുണ ഇങ്ങനെ പറയാൻ പാടുള്ളൂ. പരസ്യമായി പറഞ്ഞ കാര്യമല്ലേ. അത് കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ പിന്നെ ഇപ്പൊ KPCCയുടെ പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന UDF കൺവീനർ അദ്ദേഹം ഉള്ള കാര്യം ഉള്ള രീതിയിൽ പറഞ്ഞു. നല്ലത്, ഞങ്ങൾക്ക് പറയാൻ മനസ്സില്ല, അതിന് നിങ്ങൾക്ക് എന്ത് വേണം എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. നല്ലത്, അതാണ് ശരിയായ വർത്തമാനം. പറയാൻ മനസ്സില്ല. പക്ഷേ അദ്ദേഹം പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞത് മാത്രമല്ല കാര്യം കേട്ടോ. ഈ രാജ്യത്തെ ഉത്തരവാദപ്പെട്ടൊരു പത്രം ഇന്ത്യൻ എക്സ്പ്രസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന്റെ സമിതിയിലുണ്ടായിരുന്ന അംഗങ്ങളെ അടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ്. അപ്പൊ അതിന്റെ കരടിൽ ഈ ആദ്യം കരട് തയ്യാറാക്കുക. ആ കരടിൽ അതിശക്തമായ ഭാഗമായിരുന്നു പോലും ഈ പൗരത്വ നിയമ ഭേദഗതി. അതിനെക്കുറിച്ചുള്ള ശക്തമായ ഭാഗം ആദ്യം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം. അംഗീകരിക്കേണ്ടവരുടെ മുന്നിലെത്തി. അപ്പൊ അവര് ഈ ഭാഗം ഇപ്പോ വേണ്ടതില്ല. എന്താണ് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം? അത് അവിശ്വസിക്കാൻ തോന്നുന്നില്ല. കാരണം ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു വിഷയം, വലിയ തോതിൽ രാജ്യമാകെ ചർച്ച ചെയ്തൊരു വിഷയം കോൺഗ്രസിനെ പോലൊരു പാർട്ടിക്ക് പൂർണ്ണമായി അവഗണിക്കാൻ പറ്റുമോ? അപ്പോ പ്രകടന പത്രികയുടെ കരട് തയ്യാറാക്കിയവര് ആ ഭാഗം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കരട് തയ്യാറാക്കിയത് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നേതാക്കളുടെ ചർച്ചയ്ക്ക് വന്നപ്പോ അത് വേണ്ട എന്ന നിലപാടെടുക്കുന്നു. നേരത്തെ സതീശൻ പറഞ്ഞൊരു ഭാഗമുണ്ട്, വേണ്ടത്ര ചർച്ചയില്ലാതെ പാസാക്കിയ നിയമം, ആ നിയമങ്ങൾ ഞങ്ങൾ പുനഃപരിശോധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. അതിൽ പൗരത്വ നിയമ ഭേദഗതി ഇല്ല കേട്ടോ, മറ്റൊരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്നേയില്ല. അപ്പൊ ആലോചിച്ചൊഴിവാക്കി എന്ന് വരുമ്പോ അതിന്റെ ഗൗരവം കൂടുതലല്ലേ? ഇവിടെയാണ് സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കുമ്പോൾ സംഘപരിവാർ മനസ്സുകാർക്കെല്ലാം അതിനോട് യോജിപ്പുണ്ടാവും. മതനിരപേക്ഷതയുടെ ഭാഗമായുള്ളവരെല്ലാം അതിനെ എതിർത്തു. മതനിരപേക്ഷതയുടെ ഭാഗമായുള്ളവരെല്ലാം എതിർത്തു. രാഹുൽ ഗാന്ധി, നിങ്ങൾ പറയണം, നിങ്ങളുടെ മനസ്സ് ഏത്? മതനിരപേക്ഷ മനസ്സാണോ അല്ല സംഘപരിവാർ മനസ്സാണോ? ആ മറുപടിയാണ് കേരളത്തിന് മുൻപാകെ നിങ്ങൾ പറയേണ്ടത്. അതല്ലേ കാണേണ്ടത്. എങ്ങനെയാണ് സംഘപരിവാറിന്റെ അജണ്ടയോട് ഒത്തുചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു സംഘപരിവാർ മനസ്സ് നിങ്ങൾക്ക് വന്നു ചേർന്നത്?
ഞാൻ നുണയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഇതൊരു നുണ. പക്ഷെ നുണക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഒന്നാം സമ്മാനം തന്നെ കിട്ടുമെന്നാണ് ഇപ്പോഴുള്ള നില. ഈ അടുത്ത ദിവസം അദ്ദേഹം പറയാണ്, ഇലക്ടറൽ ബോണ്ട് അത് CPIM വാങ്ങിയിട്ടുണ്ട്. എന്തൊരു പച്ച നുണയാണെന്നോ. ഈ രാജ്യം മുഴുവൻ അറിയാവുന്ന കാര്യമാണ് ഇലക്ട്രൽ ബോർഡിന്റെ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിച്ച നിലപാട്. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പരസ്യമായി ഇത് അഴിമതിയാണ് എന്ന് പറഞ്ഞതാണ്. മാത്രമല്ല, ചില്ലിക്കാശ് അതിന്റെ ഭാഗമായി സ്വീകരിക്കില്ല എന്നും പറഞ്ഞതാണ്. ഇപ്പൊ എല്ലാ കണക്കും പുറത്തു വന്നപ്പോ 8251 കോടി രൂപയാണ് BJP വാങ്ങിവെച്ചത്. അത്രയില്ല കോൺഗ്രസിന്. പക്ഷേ കോൺഗ്രസും കുറവല്ല, 1952 കോടി രൂപയാണ് വാങ്ങിവെച്ചത്. ഇത് വാങ്ങി കയ്യിൽ വെച്ചതാണ്. അതിനെക്കുറിച്ച് നേരത്തെ ചില വിമർശനങ്ങളൊക്കെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമല്ലേ, കാരണം ഇത് കൃത്യമായ അഴിമതിയല്ലേ. ആ അഴിമതിയുടെ കൂടെ നിൽക്കുകയല്ലേ ചെയ്തത്. ഞങ്ങൾക്കും കിട്ടണം പണം എന്ന് മാത്രമല്ലേ നിലപാടുണ്ടായുള്ളൂ. BJP സ്വീകരിക്കുന്ന അതേ നിലപാടല്ലേ എടുത്തത്. അതിനെ തള്ളിപ്പറഞ്ഞോ? വേണ്ട എന്ന് പറഞ്ഞോ? എല്ലാം വാങ്ങി കയ്യിൽ സൂക്ഷിക്കാനല്ലേ ശ്രമിച്ചത്. അങ്ങനെ ശ്രമിച്ച ഒരു കൂട്ടര് ഇപ്പോ എങ്ങനെയാണ് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ പുറപ്പെടുന്നത്? വലിയ തർക്കം പത്രസമ്മേളനത്തിൽ നടന്നല്ലോ. ഇവിടെ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞതായിട്ടാണല്ലോ കണ്ടത്. പച്ച നുണക്ക് എങ്ങനെയാണ് സതീശ തെളിവ് ഹാജരാക്കി? നിങ്ങൾ പറയുന്നത് പച്ച നുണയാണെന്ന് നാടിന് മുഴുവൻ അറിയില്ലേ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പച്ച നുണ അവതരിപ്പിച്ച് സ്വയം പരിഹാസ്യനാവുന്നത്? അതല്ലേ സംഭവിച്ചത്. ഇവിടെ നിങ്ങൾക്കറിയില്ലെങ്കിലും രാജ്യത്തിനാകെ അറിയാലോ ഇലക്ട്രൽ ബോണ്ടിന്റെ നിയമസാധുത ചോദ്യം ചെയ്തത് CPIM ആണല്ലോ. സുപ്രീം കോടതിയിൽ ഹർജി നൽകിയല്ലോ. നിങ്ങൾക്കറിയോ, അത്തരമൊരു ഹർജി നൽകിയ ഏക രാഷ്ട്രീയ പാർട്ടി CPIM ആണ്. അപ്പോ ഉറച്ച നിലപാട് CPIM-നുണ്ട് എന്നല്ലേ അത് കാണിക്കുന്നത്. വേറൊരു സംഘടന ഹർജി നൽകിയിരുന്നു, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്. ആ സംഘടനയും സുപ്രീം കോടതിയിൽ ഈ പറയുന്ന ഇതിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി നൽകിയിരുന്നു. ഈ പറഞ്ഞ സംഘടനയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പരസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇലക്ട്രൽ ബോണ്ടുകൾ എടുക്കാൻ ബോധപൂർവം വിസമ്മതിച്ചത് ഒരേ ഒരു പാർട്ടിയാണ്, അത് CPIM ആണ്. ആ കേസിൽ കക്ഷി എന്ന നിലക്കുള്ള CPIM-ന്റെ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് ആ കേസിൽ കക്ഷിയായിരുന്ന മറ്റൊരു സംഘടനയുടെ അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പൂർണ്ണമായും
ഇതിൽ നിന്ന് മാറി നിൽക്കുക തന്നെയാണ് ചെയ്തത്. സതീശൻ അറിയില്ലേ ഈ ഇലക്ട്രൽ ബോണ്ട് ഇപ്പൊ വാങ്ങാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന്? സുപ്രീം കോടതി ഇടപെട്ടവർ അറിയില്ലേ? സുപ്രീം കോടതി ഇത് നിയമവിരുദ്ധമാണ് എന്ന് പരസ്യമായി പറഞ്ഞല്ലോ. അപ്പോ അതിനെല്ലാം ഇടയാക്കിയ ഈ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കിയ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട ബോണ്ട് വാങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകര് തെളിവ് ചോദിക്കുന്നു. അപ്പോ തെളിവെന്റെ കയ്യിലുണ്ട്, പിന്നീട് തരാം. ഇതിനൊക്കെ പറയേണ്ടത് മറ്റൊരു രീതിയിലാണ്. അതൊന്നും പറയുന്നത് ശരിയല്ലാലോ. ബഹുമാനായ ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് അത് പറഞ്ഞതായിട്ട് കണക്കാക്കിയാൽ മതി. അദ്ദേഹം പറയുന്നത് പറഞ്ഞു നടക്കുകയാണ്. ഇവിടെ CPIM BJP അന്തർധാര നല്ല തോതിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള പണത്തിന്റെ കണക്ക് വന്നപ്പോ ആ അന്തർധാര ശരിക്കും മനസ്സിലായല്ലോ. BJP വലിയ സംഖ്യ, 4-1 കോൺഗ്രസ്. അപ്പൊ ആര് തമ്മിലാണ് അന്തർധാര? ഈ രാജ്യം കണ്ടതല്ലേ DLFന്റെ കേസ്. സതീശൻ അറിയില്ലേ DLF കേസ് യഥാർത്ഥത്തിൽ ആദ്യം ഉന്നം വെച്ചത് ആരെയായിരുന്നു? പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേര. അദ്ദേഹത്തിനെതിരെയാണ് 2013 ഈ DLF ഭൂമി ഇടപാട് കേസിൽ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ വലിയ പ്രചരണമായിട്ട് BJP അത് ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പിന്നെ കുറെ നാളത്തേക്ക് അത് നിശ്ചലമായി. രണ്ടാമത് തെരഞ്ഞെടുപ്പ് 2019 വരുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് ആ കേസിൽ വീണ്ടും അനക്കമുണ്ടാകുന്നത്. 2018 സെപ്റ്റംബറിൽ DLF കമ്പനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു, FIR രജിസ്റ്റർ ചെയ്തു, തുടർ നടപടികൾ ആരംഭിച്ചു. DLFന്റെ ഓഫീസുകളിൽ റെയ്ഡ്, CBIയുടെ റെയ്ഡ്. റോബർട്ട് വധേരയും DLFും തമ്മിലുള്ള ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ശക്തമായിട്ട് ഉയരുന്നു. 2023 ഏപ്രിൽ ആകുമ്പോൾ എല്ലാം ശമിച്ചു. ഇതേ ഗവൺമെന്റ്, BJP ഗവൺമെന്റ്, ഹരിയാനയിലാണ്, അവരൊരു സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ ഇവര് നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. ഏതായിരുന്നു സതീശ അന്തർധാര? ആര് തമ്മിലുള്ള അന്തർധാര ഉണ്ടായത് അറിയില്ലേ? അന്ന് തന്നെ വാർത്തകളുണ്ടായിരുന്നു. BJPയുമായി വധേര ഡീലുണ്ടാക്കി, അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാം അവസാനിച്ചത്. പക്ഷേ അന്ന് വേറെ വസ്തുതകളൊന്നും പുറത്തു വന്നില്ല, ഒരു വാർത്ത മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോ CPIMന്റെ ഇടപെടലിലൂടെ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുകയും
അതിൻ്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന് സുപ്രീം കോടതി ആജ്ഞാപിക്കുകയും ചെയ്തപ്പോൾ എല്ലാ വിവരങ്ങളും പുറത്തു വന്നു. അപ്പോഴാണ് ഇതിൻ്റെ കള്ളി വെളിച്ചത്തായത്. അത് സതീശൻ അറിയില്ലേ? ഇവിടെ CBI റെയ്ഡ് DLF ഓഫീസിൽ നടന്നതിന് ശേഷം ആ കമ്പനി BJPക്ക് ഇലക്ട്രൽ ബോണ്ട് നൽകി തുടങ്ങി. എത്രയാ മൊത്തം? ഒരു കമ്പനി BJPക്ക് നൽകിയ തുക, ഈ DLF കമ്പനി 170 കോടി രൂപ. ആ 170 കോടി രൂപ കയ്യിൽ വാങ്ങിയപ്പോ DLFനും വധേരക്കും ക്ലീൻ ചിറ്റ്. ഏതാണ് അന്തർധാര, സതീശ? അറിയില്ലേ? ഇതേവരെ മനസ്സിലാക്കിയിട്ടില്ലേ? ഇവിടെ തീർന്നോ അത്? ഇലക്ട്രൽ ബോണ്ട് വഴി പിന്നീട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് വെളിപ്പെട്ടത്? നിങ്ങൾ ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് കോൺഗ്രസിന്റെ രീതി BJPയിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് നിങ്ങൾ കാണിച്ചില്ലേ? അതല്ലേ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള BJPയുടെ രാജ്യസഭാംഗം CM രമേശ്, അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള ഋത്വിക് പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇവിടെ ഈ BJP അംഗത്തിന് ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനോട് വലിയ സ്നേഹം. അങ്ങനെ അദ്ദേഹം ഇവർക്ക് കോൺഗ്രസിന് 30 കോടി രൂപയുടെ ഇലക്ട്രിക്കൽ ബോർഡ് നൽകുക. എന്തായിരുന്നു ആ അന്തർധാരയുടെ പിന്നിൽ? BJP അംഗവും കോൺഗ്രസും തമ്മിലുള്ള ഈ അന്തർധാരയുടെ പിന്നിൽ എന്തായിരുന്നു? അറിയില്ലേ? എല്ലാവർക്കും അറിയാലോ. ഇപ്പോ ഹിമാചൽ പ്രദേശിലുള്ള ഒരു വൈദ്യുതി പ്രോജക്റ്റ് 1098 കോടിയുടെ നിർമ്മാണ കരാർ ഈ ഋത്വിക് പ്രോജക്ട്സിനാണ് നൽകിയത്. എന്താണ് നിങ്ങളും BJPയും തമ്മിലുള്ള വ്യത്യാസം?
സംസ്ഥാനത്തിലെ പദവി എടുത്തു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തെ 3 ഘട്ടങ്ങളായി വിഭജിക്കും. ഈ 18 സംഘത്തെ കണ്ടോ? അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു. ആ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. സാങ്കേതികമായി വിയോജിപ്പുണ്ടാകാം, അത് പോരാടോ. ഇതിനനുസരിച്ചുള്ള ശക്തമായ പ്രതിഷേധം ഉയർന്നില്ല. എന്തേ കാരണം? കോൺഗ്രസിനകത്തുള്ള രഹസ്യമായി BJP അടുത്തുപോയി അവരെ അഭ്യർത്ഥിച്ചു. ഒരാൾ രഹസ്യമല്ല, പരസ്യമാണ്. അത് രാജ്യസഭയിലെ ചീഫ് വിപ്പ് കോൺഗ്രസ് അംഗം. അദ്ദേഹത്തിന് ആവേശം അടക്കാൻ പറ്റിയില്ല. എന്തൊരു നല്ല കാര്യമാണ് BJP ചെയ്തത് എന്ന് പറഞ്ഞു. അദ്ദേഹം കോൺഗ്രസ് വിട്ടു, BJP ചേർന്നു. അങ്ങനെ BJP എന്ത് ചെയ്തു? അദ്ദേഹത്തെ തിരിച്ച് രാജ്യസഭ ഉണ്ടാക്കി, രാജ്യസഭയിലേക്ക്. ഇത്തരത്തിലുള്ള സംഘപരിവാർ മനസ്സുകാർ എത്ര നിങ്ങളുടെ കൂടെ രാഹുൽ ഗാന്ധി അറിയണം. എന്തേ RSSന്റെ അജണ്ട നടപ്പാക്കിയപ്പോ ആ സംഘപരിവാർ അജണ്ടയെ വേണ്ട രീതിയിൽ എതിർക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നില്ല. നമ്മളെ 18 സംഘം ഉണ്ടായി. NIA ഭേദഗതി ഒരു കടുപ്പ നിയമമാണ്. അതിനെ കൂടുതൽ കടുപ്പിക്കുന്നു. എന്താണ് ഉദ്ദേശം എല്ലാവർക്കും അറിയാം. ലോക്സഭയിൽ കോൺഗ്രസ് കാണുന്നില്ല. ആകെ എതിർത്തത് 6 പേര്. ആ 6 പേര് ആലപ്പുഴയിലെ ആര്യ. അതേപോലെ തന്നെ നമ്മുടെ BJP വലിയൊരു ധൈര്യമാണ് എല്ലാവരും സമ്മതിക്കുന്നത്. അത് കൂടുതൽ ധൈര്യമാക്കാൻ ആ ധൈര്യമാണ് കൂടുതൽ ധൈര്യമാക്കാൻ കോൺഗ്രസ് എന്ത് ചെയ്തു? BJPയോടൊപ്പം നിന്നു. നമ്മുടെ 18 സംഘത്തെ എവിടെയും കണ്ടില്ല. ഇതിന്റെ രാജ്യത്തിന്റെ പ്രശ്നം. നമ്മുടെ നാട്ടിൽ ജയിച്ചു പോയ ആളുകളെ ആലോചിച്ചാൽ മതി, അവർ എവിടെയും കണ്ടില്ലല്ലോ. ഇനി നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിട്ട് വന്നല്ലോ. കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയാണ്. ഈ 18 വന്നോ? കേന്ദ്ര ഗവൺമെന്റിന്റെ വക്താക്കളെ പാർലമെന്റിൽ ഒന്ന് വിമർശിക്കാനെങ്കിലും തയ്യാറായോ? കേരളത്തിന്റെ ന്യായമായ ആവശ്യം വിജയിക്കാൻ തയ്യാറായോ? അവസാനം നമ്മളെ ശ്വാസം പതിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ സമ്മതിച്ചു. ഒരു തവണ 2 തവണ, പക്ഷെ തയ്യാറായില്ല. 2ാമത്തെ തവണ നിവേദനം ഒപ്പിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഒപ്പിടാം, ഒരു മാന്യത. കേരളത്തിലെ ഗവൺമെന്റ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട് വിവേചനം കാണിക്കും. അതിന്റെ കൂടെ ഇതൊന്നും നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. ഞങ്ങളുടെ സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റിന്റെ എതിരാളിസ്ഥ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇത്ര കണ്ട് കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിന്ന അച്ചാരി നിന്ന ഒരു കൂട്ടർ BJPക്കാർക്ക് എന്തുമാരുണ്ടായില്ലെങ്കിൽ പോലും അത്രയാണല്ലേ BJP വിജയത്വം. BJPയോട് കേരള വിരുദ്ധ മത്സരം. ഇവർക്ക് എങ്ങനെയാണ് കേരള വിരുദ്ധ മത്സരം? ഇവർ ഇവിടും ജയിച്ചു പോയത്. ഇവിടുത്തെ ജനങ്ങളിൽ കേരള വിരുദ്ധ മനസ്സിൽ ഉള്ളവരോട് കടുത്ത വികാരം കേരളത്തിൽ ആകെ ഉയർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ നാടിന്റെ താല്പര്യം സംരക്ഷിക്കേണ്ടതിനാണ് കേരളത്തിലാകെ വികാരം അംഗീകരിച്ചിരുന്നു നമുക്ക് കാണാൻ കഴിയും. ഇന്ന് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നോക്കിയാൽ ഇതിന്റെ ഭാഗമായി
LDF അനുകൂലമായ വലിയ തരംഗം അനുഭവിച്ചിരുന്നതാണ്. ഈ ഘട്ടത്തിലാണ് ഇവിടെ CPIM-ന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെലവിനെ കുറിച്ച് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്നതാണ്. ഈ മണ്ഡലത്തിൽ പ്രഖ്യാപിച്ച ഉടൻ തന്നെ മണ്ഡലത്തിലെ കുടുംബങ്ങളാകെ അവരെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി എന്നാണ് വലിയ സ്വീകാര്യതയിലേക്ക് ഉയർന്നു എന്നത് ആ സ്ഥാനാർത്ഥികളുടെ എല്ലാ ഘട്ടത്തിലും മികവാർന്ന പ്രവർത്തനം നടത്തിയ ഒരു രാഷ്ട്രീയ നേതാവാണ് ടീച്ചർ. എല്ലാ സന്ദർഭത്തിലും വലിയ തോതിലുള്ള പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ നമ്മുടെ നാടിൽ മാതൃകയായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ നാട്ടിലുള്ള ഓരോരുത്തരുടെയും നാടിന്റെ ആദ്യം ചിഹ്നം അനിവാര്യമായ നക്ഷത്രമാണ്. ഈ സ്ഥാനാർത്ഥികളുടെ സ്വീകാര്യത വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോഴാണ് സമാധാനത്തിയ ചിലരിൽ സാധാരണ നില വിട്ടുകൊണ്ടുള്ള എതിർപ്പിൻ്റെതായ പുതിയ മാർഗങ്ങൾ സ്വീകരിച്ചു. അതും അവർക്ക് തന്നെ വിലയായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാംസ്കാരിക കേരളത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന രീതികൾ മാത്രമേ കേരളം പൊതുവിൽ അംഗീകരിക്കൂ എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ശരീരത്തിന്റെ ചിഹ്നമായ അനിവാര്യമായ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ അവരെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.